ഹായ് ഫ്രണ്ട്സ്, വി എസ് വേൾഡ് ഒരു പുതിയ കുക്കിംഗ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, ക്യാരറ്റ് ലഡു. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഗ്രേറ്റഡ് ക്യാരറ്റ് അറൗണ്ട് 600 grams ആണ് ഞാൻ എടുത്തത്. ഇത് നല്ല റെഡ് കളർ ക്യാരറ്റാണ്, അതുകൊണ്ട് നമ്മുടെ ലഡുവിന് നല്ലൊരു ചുവന്ന നിറം കിട്ടുന്നതായിരിക്കും. പിന്നെ വേണ്ടത് റേസിൻസ്, ഉണക്കമുന്തിരി, പാല്, പഞ്ചസാര, നെയ്യ്, ഗ്രേറ്റഡ് കോക്കനട്ട്. ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. വരൂ നമുക്കെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഒരു പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യ് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമ്മൾ ഈ ഉണക്കമുന്തിരിയിട്ട് ഒന്ന് നന്നായി ഫ്രൈ ചെയ്തെടുക്കും. ഉണക്കമുന്തിരി നല്ലൊരു ഡാർക്ക് കളറായി വരുന്നവരെ നമ്മൾ ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് ഈ നെയ്യിന് പകരം ബട്ടറും യൂസ് ചെയ്യാവുന്നതാണ്, പക്ഷെ ഞാൻ പ്രിഫർ ചെയ്യുന്നത് നെയ്യാണ്. നെയ്യാകുമ്പോൾ നമ്മുടെ ലഡുവിന് നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെ കിട്ടും. നമ്മുടെ ഉണക്കമുന്തിരി നന്നായി ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ഉണക്കമുന്തിരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഒരു ബോളിലോട്ട് എടുത്ത് മാറ്റാം. അതിനുശേഷം പാനിലോട്ട് കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്യാം. ഞാനിവിടെ ഒരു സ്പൂൺ നെയ്യാണ് ആഡ് ചെയ്യുന്നത്. ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാം, കുറയ്ക്കാം. ഇനി നമ്മുടെ ഗ്രേറ്റഡ് ക്യാരറ്റ് ഇതിലോട്ട് ഇടാം. ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നെയ്യിൽ അത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണവും നല്ലൊരു കളറും ഒക്കെ വരും. ഇനി നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് ഒരു 2 to 5 minutes ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഏകദേശം ഒരു 5 minutes ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നല്ല നെയ്യിൽ കുക്കായതിൻ്റെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ പാലൊഴിക്കുന്നത് ക്യാരറ്റ് നന്നായി ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ടാണ്. ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് തുറന്ന് വെച്ച് വേവിക്കാം. 2 മിനിറ്റിന് ശേഷം ഇനി നമുക്കിത് അടച്ചുവെച്ചിട്ട് വേവിക്കാം. പാൽ വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കേണ്ടത്. ഏകദേശം പാൽ വറ്റാറാവുമ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമുക്ക് പാൻ ഒന്ന് തുറന്ന് നോക്കാം. ഏകദേശം നമ്മുടെ പാല് വറ്റി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. അടിയിൽ പിടിക്കാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ക്യാരറ്റ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റഡ് കോക്കനട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇത് നിങ്ങൾക്ക് തുറന്നിട്ടും വേണമെങ്കിൽ കുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അടച്ചുവെച്ചിട്ട് ഒരു 2 മിനിറ്റ് അടച്ചുവെച്ച് കുക്ക് ചെയ്യാം. ഈ ഗ്രേറ്റഡ് കോക്കനട്ടിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ടും യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടും നല്ലതാണ്. ഞാൻ വീട്ടിലുണ്ടാക്കുമ്പോൾ രണ്ടും വെച്ച് ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ ക്യാരറ്റും കോക്കനട്ടും നന്നായി കുക്കായിട്ട് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യാം. പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ ആവശ്യാനുസരണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവുന്നതാണ്. മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം, അല്ല കുറച്ചാ വേണ്ടിച്ചാൽ കുറച്ചേ ഇടാം. എനിക്ക് കുറച്ച് കൂടുതലാണ് ഇഷ്ടം, കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിലോട്ട് ആഡ് ചെയ്തിരുന്നു. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായിട്ട് നല്ല സിറപ്പായിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചുവെച്ചിട്ട് ഒരു 2 അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് വേവിക്കാം. ഇപ്പോൾ പഞ്ചസാര നമ്മുടെ ക്യാരറ്റിലോട്ടും കോക്കനട്ടിലോട്ടും നന്നായിട്ട് പിടിച്ച് വരുന്നുണ്ട്. നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വറ്റിച്ചെടുക്കാവുന്ന. ഇപ്പോൾ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടി സ്വല്പം വറ്റണം. നന്നായി മിക്സ് ചെയ്യുക, പ്രത്യേകം ശ്രദ്ധിക്കണം അടിയിൽ പിടിക്കരുത്. ഇത് നിങ്ങൾ എപ്പോഴും അടി കനമുള്ളൊരു പാൻ എടുക്കുന്നതാണ് നല്ലത്. നന്നായി കണ്ടിന്യൂസ് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ലഡുവിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമ്മൾ ബോൾ ഉരുട്ടുമ്പോൾ നന്നായിട്ട് ബോളായി വരും, ഒടിഞ്ഞു പോകുമൊന്നുമില്ല. ഇനി നമുക്കിതൊരു ബോളിലോട്ട് മാറ്റാം. ബോളിലോട്ട് മാറ്റിയതിന് ശേഷം ഒരു 2 മിനിറ്റ് ചൂടാറാൻ വയ്ക്കാം. അതിനുശേഷം നമ്മൾ ആദ്യമേ ഫ്രൈ ചെയ്ത് വെച്ച റേസിൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ ഈ ക്യാരറ്റ് മിക്സിന് ലഡുവിൻ്റെ ബോൾ ഷേപ്പ് കൊടുക്കാം. നന്നായിട്ട് ബോൾ ഷേപ്പിൽ ഉരുട്ടിയെടുക്കണം.
നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലഡു റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്ത് ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ പുതിയ വീഡിയോസായി ഞങ്ങൾ തീർച്ചയായും വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.